ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു വീട്ടാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓൾഡ് ലെറ്റ്സ് പ്ലേ സീരീസാണ്. നിങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്താണ് നമ്മുടെ വേൾഡ് സ്പോണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമുക്ക് എൻട്രൻസ് വഴി നേരെ കയറി പോകുന്നത് നമ്മുടെ അയൺ ഫാമിലേക്കാണ്. ഓക്കെ, നമ്മുടെ അയൺ ഫാമിൽ തന്നെ നമുക്ക് സ്ട്രിങ്ങും കിട്ടും, അയണും കിട്ടും, പിന്നെ പോപ്പിയും കിട്ടും. ഇത് മൂന്നും കിട്ടും. ബെഡ് റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്യാറ്റ് സ്പോണാകുന്നതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് സ്ട്രിങ് കിട്ടും. പിന്നെ ഇതാണ് ഒരു ലാവ ഫാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ലാവയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ 1, 2, 3 വഴിയുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വഴി പോകും. ഇതുവഴി പോകുമ്പോൾ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് വഴി കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ഒരു മൈനിങ് ഏരിയ കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. ഇതുവഴിയാണ് ഞാൻ അത്യാവശ്യം എൻ്റെ ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഒപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇതുവഴി പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു ബ്രിഡ്ജ് ഫോറസ്റ്റാണ്. ഓക്കെ, ഒരു ബ്രിഡ്ജിൻ്റെ ഫോറസ്റ്റ്. ഞാൻ ഇതിൽ ഓരോരോ ട്രീസിൻ്റെ ഫോറസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഫോറസ്റ്റ് വരുമ്പോൾ 2 വഴി ഇവിടെ നിന്ന് സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ഈ ലെഫ്റ്റ് വഴി പോവുകയാണെങ്കിൽ നമ്മുടെ ഓക്ക് ഫോറസ്റ്റാണ്. ഓക്കെ, നമ്മുടെ ഓക്ക് ഫോറസ്റ്റിൽ തന്നെ 2 വഴി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി. ഇതുവഴി പോകുമ്പോൾ നമുക്കിതുവരെ അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ബോൺ മീൽ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി പോപ്പികളൊക്കെ കിട്ടും. ഞാനത് ഇതിൽ കൊണ്ടിടും. എന്നിട്ട് ഈ ചെസ്റ്റിൽ നിന്ന് നമ്മൾ ബോൺ മീലായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സൈഡിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഓക്കെ, ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും അതിൻ്റെ അടുത്തായിട്ട് ഒരു സൂപ്പർ സ്മെൽറ്റർ. ഇതൊരു സ്മെൽറ്റർ, ഇതൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഇത് രണ്ടുമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എന്നിട്ട് നമുക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫാമുണ്ട്. അത് നമുക്ക് ആ വഴി എൻ്റർ ചെയ്യാം. നമുക്ക് ഇതുവഴി കറങ്ങി പോവാം. നമ്മളപ്പോൾ ഈ സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് 2 വഴി പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വഴി പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ നെതർ പോർട്ടലിലേക്കാണ്. നമ്മളിത് നെതറിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത നെതർ പോർട്ടലിൽ വെച്ച് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഒരിക്കൽ ചുമ്മാ നെതറിൽ കയറി നോക്കി, അല്ലാതെ എക്സ്പ്ലോർ നോക്കിയതില്ല. പിന്നെ ഇവിടെ വരുമ്പോഴാണ് നമ്മളുടെ കാറ്റസ് ഫാം. ഈ കാറ്റസ് ഫാം പിന്നെ എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കൊക്കോബീൻ്റെ ഒരു ഫാമാണ്. ഞാൻ മഷ്റൂമിലൊരു ഡിസൈൻ സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മളുടെ കാറ്റസ് ഫാം. ഇതിൽ അത്യാവശ്യം കാറ്റസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൊക്കോബീൻ. ഇതിൽ നമ്മൾ ഈ കൊക്കോബീൻ എടുത്തിട്ട് പ്രത്യേകിച്ച് ചെയ്യാറില്ല, നേരെ അങ്ങ് ബോൺ മീൽ ചെയ്യാൻ വേണ്ടി വയ്ക്കും. പിന്നെ നമുക്ക് ഇതൊരു ഇവിടെ ഞാൻ എൻ്റെ വുഡൊക്കെ സാപ്ലിങ്സ് നട്ടിട്ട് ഇവിടെ നിന്ന് വുഡ് കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ ഒത്തിരി ബിൽഡൊക്കെ ചെയ്യും. ഇനി നമ്മൾ കയറുന്ന നമ്മുടെ സൈഡിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതുവരെ നമ്മളിതിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടില്ല. നമ്മളിത് എപ്പോഴെങ്കിലും ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി ബീട്രൂട്ടും വീറ്റും വേണം. തൊട്ടടുത്തൊരു വില്ലേജ് ഉണ്ട്, അവിടെ പൊട്ടാറ്റോ കിട്ടി. നമുക്ക് എല്ലാവരും അവിടെ നിന്ന് ബീട്രൂട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സീഡ്. ഓക്കെ, നമുക്ക് പിന്നെ ഭയങ്കര ലക്കുള്ളതുകൊണ്ട് തന്നെ ആ സീഡ് നട്ട്, ആ സീഡ് പൊടിച്ചു, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. എന്നാൽ അതിൻ്റെ അകത്ത് നമുക്ക് സീഡ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ സീഡൊന്നും നമ്മളുടെ ബീട്രൂട്ട് മാത്രമാണ് കിട്ടിയത്. നമുക്ക് ഭയങ്കര ലക്കുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ കിട്ടും. നമുക്ക് ഇതൊക്കെ ഇവിടെ നട്ടു കഴിഞ്ഞാൽ കുറച്ച് ബോൺ മീലൊക്കെ ചെയ്ത് കുറച്ചുകൂടെ സെറ്റ് ആകണം. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഐറ്റംസും നേരെ കൊണ്ട് ബോൺ മീലാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്കിപ്പം ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ഒന്നും അതിനുള്ള ഇപ്പം നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്കിനി ഒരു ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് വില്ലേജസിൻ്റെ ട്രേഡ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മളൊന്നും വലുതായിട്ടൊന്നും ഹാർവെസ്റ്റ് ചെയ്യില്ല. പിന്നെ
എപ്പോഴെങ്കിലും ഇത് ഫുള്ളാവുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതൊക്കെ കൊണ്ട് ബോൺ മീൽ ചെയ്യാൻ വേണ്ടി ഇടും. ഓക്കെ, അപ്പം ഇങ്ങോട്ടൊന്നും വഴിയില്ല, നമ്മൾ ചെറിയൊരു സ്റ്റോറേജാണ്. ഓക്കെ, നമ്മൾ പിന്നെ ഇവിടെ ഫുഡൊന്നും വലിയ സീനില്ല. നമ്മൾ ഈ മഷ്റൂം സ്റ്റൂ ആണ് നമ്മൾ കൂടുതലും ഇവിടെ കഴിക്കുന്നത്. കാരണം ഇവിടെ വലിയ ഫുഡൊന്നുമില്ല, പക്ഷേ മഷ്റൂം സ്റ്റൂ അത്യാവശ്യം നല്ലതാണ്. നേരെ ഇൻഫിനിറ്റി ഫുഡാണ്. നോക്കി ഇവിടെ നേരെ വരുന്നു, സ്റ്റൂ എടുക്കുന്നു, പോകുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ ബാക്കപ്പിന് വേണ്ടി ഒരു സ്റ്റൂ കൂടെ വെച്ചിരിക്കും. അതൊക്കെ നമുക്ക് നൈറ്റ് ആവുന്ന സമയത്ത് ചില സമയത്തൊന്നും വരെ കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ബാക്കപ്പിന് വേണ്ടി കുറച്ച് സ്റ്റൂ വെച്ചിരിക്കും. നമ്മളിതുവരെ ഇവിടെ അധികം ബിൽഡൊന്നും ചെയ്തിട്ടില്ല, ഇത്ര ബിൽഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കിതിൽ ഇതുവരെ നമ്മൾ ഡയമണ്ട് ആർമറൊന്നും ആയിട്ടില്ല. നമുക്ക് ഡയമണ്ട് ടൂൾസും കുറച്ച് ആർമർ ആവാനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളൂ. പിന്നീട് നമ്മളിതുവരെ അധികമൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് ഇന്ന് തേർഡ് ഐറ്റം ആയിട്ടുള്ള വീറ്റ് അത് കിട്ടാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. കാരണം നമ്മുടെ ബോൺ മീലുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം എനിക്ക് ഊള് കിട്ടാൻ ഇച്ചിരി ടഫാണ്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒത്തിരി നേരം ലൈഫ് കേക്ക് നിന്നു. എന്നിട്ട് ഒരു ഷീപ്പ് പോലും സ്പോണായില്ല. ഷീപ്പിന് വേണ്ടിയാണ് ഞാൻ എഫ് നിന്നത്. പിന്നെ പിഗിനെ കൂടെ കിട്ടിയാൽ അവനെ നമുക്ക് ബ്രീഡ് ചെയ്ത് ഒത്തിരി പോറിച്ച് കൊണ്ടുപോകും. ഇവിടെ ഞാനൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സീഡ് കിട്ടും. നമുക്കിനി ഈ സീഡ് കൊണ്ട് അവിടെ കൊണ്ട് നട്ടിട്ട് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ആയ വീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. വീറ്റ് സെറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ കൗസിനെയൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് നമുക്ക് ഇവിടെ കുറച്ചൊക്കെ കഴിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ സ്റ്റൂ മതി. കാരണം നമ്മൾ വില്ലേജസിനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ അമ്മമാരോട് ട്രേഡ് ചെയ്ത് ഗോൾഡൻ ആപ്പിൾ അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്ത് ചെയ്ത് നമുക്ക് ഇതൊക്കെ ആപ്പിൾ മേടിച്ച് ഒരു ഗോൾഡ് ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഗോൾഡൻ ആപ്പിൾ കളക്ട് ചെയ്ത് ഗോൾഡൻ ആപ്പിളാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ട്രേഡ് ചെയ്ത് മേടിക്കാം. ഇവിടെ പൊട്ടാറ്റോ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഒരു പൊട്ടാറ്റോ കൂടെ വയ്ക്കാവുന്ന അത് കംപ്ലീറ്റ് ആയി. നമുക്കിനി അറ്റത്തിന് വെച്ച് തുടങ്ങാം. ഓക്കെ, 4 സീഡായി. നമുക്ക് സീഡൊക്കെ വെപ്പിക്കണം. പിന്നെ ഇതിലിപ്പം കിട്ടുന്ന ഐറ്റംസ് ചെയ്യാനാണെങ്കിൽ ബോൺ മീലാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം എനിക്കത് വരെ യൂസൊന്നുമില്ല. നമുക്ക് എക്സ്ട്രാ 2 സീഡ് കിട്ടി. അത് രണ്ടും കൂടെ നട്ട് വയ്ക്കാം. നമുക്കിതൊക്കെ പിന്നീട് ഹാർവെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വീറ്റൊക്കെ കിട്ടി. ഇനി നമുക്ക് അവിടെ എടുക്കാം വിളിക്കുന്നു. ഇനി നമുക്ക് അതിന് സ്റ്റൂ എടുക്കാം. സ്റ്റൂ കിട്ടി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട